എന്താ പ്രശ്നം എന്ന് പറഞ്ഞോളൂ. ആദ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ബോഡി നോക്കാം. എന്നിട്ട് നമുക്ക് ജോലിസ് നോക്കാം. പറഞ്ഞോളൂ. ദഹനത്തിന്റെ പ്രശ്നമുണ്ട്. ഉറക്കക്കുറവുണ്ട്. കാണുമ്പോൾ അറിയാം. ഞാൻ ഒരു ഗുളി തന്നില്ലായിരുന്നോ? ഒരു മരുന്ന് എഴുതി തന്നാലോ കുഴമ്പ്? അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ഒന്ന് ചോദിച്ചോ? എന്തിനും ഇംഗ്ലീഷ് നിൽക്കാൻ പോയി. അപ്പോൾ നമ്മളുടെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് നിൽക്കാൻ പോയി. ഒന്നിനും ഇംഗ്ലീഷ് ഒന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുക. ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക. ഏകദൈവം വിശ്വസിക്കുക. ഒന്ന് ഒഴിഞ്ഞു തരാം കേട്ടോ. ഞാൻ അടിമുതൽ കൂടി വരും തിരുമ്പി തരാം. അത് ഞാൻ തന്നെ ചെയ്യാം. നമ്മൾ നാളെ പൂരുരുട്ടാദീന ഔഹസാഹമില്ല ഇന്നവോദാലഹത്യ ഇൻ അസ്രു ഇൻ മൂലധന ആ അക്രുത ബില്ലഹ. ശത്രുക്കൾ കൂടുതലാ. ശത്രുക്കൾ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ ശത്രുക്കളാ. ഇനിയിപ്പോൾ ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ 2 ദിവസം ഞാൻ അനുമതി എന്നുള്ളൂ. ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിയെ അല്ലെങ്കിൽ പെൺകുടിയെ നിങ്ങൾ പുറകടന്നോ? പെൺകുടി നടന്ന് പറ്റിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ടോ? അതിൻ്റെ ശാപം കിടപ്പുണ്ട് കേട്ടോ. പെൺകുച്ചിന് മെസ്സേജ് അയച്ചായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ശാപം ലവ് ചിഹ്നമാണോ അതോ ഇതാണ്? അതായത് അത് ഈ ചിഹ്നമാണ് മനസ്സിൽ കാണിക്കുന്നത്. ആ ശാപം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ വയറിന് പ്രശ്നം, നിങ്ങളുടെ കാലിന് പ്രശ്നം. അത് ദന്തസ്ഥല എല്ലുസ്ഥലയിൽ നിന്ന് ദന്തസ്ഥലത്ത് മസ്തസ്ഥലേക്ക് പോകുന്ന വ്യാധിയില്ലേ, ഈ വ്യാധിയിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കരുത്. നിങ്ങൾ ആയുർവേദത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം കേട്ടോ. ആയുർവേദം അടിമുടി വരെ ഒഴിഞ്ഞു തരാം കേട്ടോ. എന്നാൽ ഇപ്പം തന്നെ പലക റെഡിയായിക്കോളൂ. സീമേ പലക റെഡിയായിക്കോളൂ. ഒഴിഞ്ഞിടാ. അല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ അടിമുടി വയറ്റിൽ നിന്ന് പോകണം. വയറ്റിൽ നിന്ന് പോയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഈ തളം വെക്കുന്ന സമയം അല്ല, എനിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം ഞാൻ പോയിട്ട്